നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിൽ രോഷം കൊണ്ട് നിൽക്കുകയാണ് രാജ്യം മുഴുവൻ. അപ്രതീക്ഷിതമായി ആക്രമിച്ച ചാവേറുകൾക്ക് ഇരട്ടിയായി തിരിച്ചു നൽകാൻ രാജ്യം മുഴുവൻ ഒരേ സ്വരത്തിൽ ആർത്തു വിളിക്കുകയാണ്. എന്നാൽ ചാവേറാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ബീഹാറിലെ രത്തൻ ഠാക്കൂർ എന്ന ജവാന്റെ പിതാവ് രത്തന്റെ വാക്കുകൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. മകന്റെ വേർപാടിലും ചോരയിൽ ഊറി നിൽക്കുന്ന രാജ്യസ്നേഹവും ശത്രുക്കളോടുള്ള അതിതീവ്രമായ പ്രതികാരത്തിന്റെ മുനയിൽ മാത്രം നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഭാരതത്തിനായി എൻ്റെ ഒരു മകനെ ഞാൻ ബലി നൽകി, അടുത്ത മകനെയും പൊരുതാനായി ഞാൻ അയക്കും. ഭാരതാംബയ്ക്കായി അവനെയും നൽകാൻ ഞാൻ പൂർണ്ണമായി തയ്യാറാണ്. പക്ഷേ എന്തു വില കൊടുത്തും പാകിസ്ഥാനെ തിരിച്ചടിക്കണം, കുറിക്കുകൊള്ളുന്ന രീതിയിൽ. സ്നേഹത്തെക്കാളുപരി ദേശസ്നേഹം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ധീര ജവാന്റെ പിതാവിന്റെ വാക്കുകളാണിത്. ബീഹാർ സ്വദേശിയായ ഇദ്ദേഹം മകന്റെ മൃത്യുവിലും തളരാതെ രാജ്യത്തിനു വേണ്ടി നിൽക്കുന്ന ധീരനായ പിതാവായി നാളെ ചരിത്രത്തിൽ ഇടം നേടും. ആക്രമണം നടത്തിയവർക്ക് തക്ക ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി മോദിയും പറഞ്ഞു കഴിഞ്ഞു. ഇതിനായി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അക്രമികളും അവർക്ക് പിന്നിലുള്ളവരും കനത്ത വില തന്നെ നൽകേണ്ടി വരും. സൈന്യത്തിന്റെ ശൗര്യത്തിനും ധൈര്യത്തിനും പൂർണ്ണ വിശ്വാസമുള്ളതായി പ്രധാനമന്ത്രി മോദി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരം അക്രമങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ കഴിയില്ല. രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ആ തീവ്രവാദ നയങ്ങൾക്കെതിരെ പോരാടണം. ഭീകരവാദത്തിനെ രാജ്യത്തിന്റെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി തന്നെ ഒരേ സ്വരത്തിൽ എതിർക്കണം. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 44 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ഇവരിൽ മലയാളിയായ വി വസന്തകുമാറും ഉൾപ്പെടുന്നു. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു വ്യാഴാഴ്ചത്തേത്. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. കാശ്മീർ സ്വദേശിയായ ആദിൽ അഹമ്മദ് ദർ ആണ് വാഹന വ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ ഓടിച്ചു കയറ്റിയത്. നട്ടലില്ലാതെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു തീവ്രവാദ സംഘടനകളുടെയും ആക്രമണത്തിൽ തകരുന്നതല്ല ഭാരത ജനത എന്നുള്ളത് വീരമൃത്യു വരിച്ച രത്തൻ ഠാക്കറിന്റെ പിതാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല, ചാവേർ ആക്രമണങ്ങളിൽ മരണപ്പെട്ട ഓരോ ജവാന്മാരുടെയും ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും ആഴമായ രാജ്യസ്നേഹത്തിന്റെ പ്രതീകങ്ങളായി മാറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവൻ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.